പൊളിറ്റിക്കൽ ബാറ്റിൽ എന്നതിനപ്പുറത്ത് വ്യാജ നിർമ്മിതികളുടെ ഒരു യുദ്ധ മുനമ്പ് സൃഷ്ടിക്കാനായിരുന്നു കോൺഗ്രസ് ശ്രമിച്ചത്. സ്ഥാനാർത്ഥിയായ ഒരാളെ കൊണ്ടുവന്നയാളാര്? ഈ ജനാവലിയെ സാക്ഷി നിർത്തി വളരെ ഉത്തരവാദിത്വത്തോടെ കേരളത്തിന് ഡിവൈഎഫ്ഐ ഒരു മുന്നറിയിപ്പ് നൽകുന്നു. ഇവിടെ മത്സരിച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഉചിതമാകുന്ന അദ്ദേഹത്തിന്റെ അലങ്കാര പദം കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസണാണ്. ഒരു സംശയവും വേണ്ട. ഈ ഷാഫി പറമ്പിൽ ഞാൻ ആവർത്തിച്ചു പറയുന്നു, വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും അധികം ഉപയോഗിക്കപ്പെട്ട, വ്യാപകമായി പ്രചാരണം ചെയ്യപ്പെട്ട കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തെക്കുറിച്ച് രാജ്യസഭാ MP കൂടിയായ A റഹീം പറഞ്ഞ വാക്കുകളാണ് കേട്ടത്. ഇതിൽ റഹീം ആവർത്തിച്ച് വളരെ ഉത്തരവാദിത്വത്തോടെ പറയുന്ന വാക്കാണ് പൊളിറ്റിക്കൽ പോയിസൺ എന്ന്. രാഷ്ട്രീയ വിഷം എന്നാണ് ഷാഫി പറമ്പിലിനെതിരെ റഹീം ആവർത്തിച്ചു പറഞ്ഞത്. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം UDFന്റെ തലയിലിടാൻ കിടഞ്ഞു ശ്രമിച്ചു നടന്ന CPM ഇപ്പോൾ പ്രതിരോധത്തിലാകുന്നത് ഇതേ കേസിൽ DYFI നേതാവിന്റെ അറസ്റ്റോടെയാണ്. പൊളിറ്റിക്കൽ പോയിസൺ എന്ന് ഇനിയും ആർജവത്തോടെ പറയാൻ റഹീമിന് ഇപ്പോഴും ധൈര്യമുണ്ടോ? ആരോപിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യത്തിലാണ് ഇപ്പോൾ CPMനെ പ്രതിരോധത്തിലാക്കി പുതിയ അറസ്റ്റ് ഉണ്ടാകുന്നത്. സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പ്രധാന പങ്ക് വഹിച്ചുവെന്ന് കരുതുന്നയാളാണ് അറസ്റ്റിലായ ജിതിൻ ഭാസ്കർ എന്നാണ് പോലീസ് പറയുന്നത്. ഇനി കണ്ടെത്തേണ്ടത് സ്ക്രീൻഷോട്ടിന്റെ ഉറവിടമാണ്. അത് കണ്ടെത്തണമെങ്കിൽ ജിതിനെ ചോദ്യം ചെയ്യണം. ഇതിനായി ജിതിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരുക്കത്തിലുമാണ് പ്രത്യേക അന്വേഷണ സംഘം. നിലവിൽ റിമാൻഡിലുള്ള ജിതിൻ ഭാസ്കറിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുന്നുണ്ട്. അതേസമയം ജാമ്യം തേടി ജിതിനും കോടതിയിൽ അപേക്ഷ നൽകും. വടകര സ്ക്വാഡ് എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലാണ് കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിച്ചത് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇതിന് പിന്നിൽ ജിതിൻ ആണ് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. വടകര സ്ക്വാഡ് എന്ന ഗ്രൂപ്പിലേക്ക് സ്ക്രീൻഷോട്ട് പങ്കുവച്ചത് റിബേഷ് രാമകൃഷ്ണൻ എന്ന DYFI നേതാവ്. എന്നാൽ റിബേഷിന് ആദ്യം ഇത് അയച്ചു കൊടുത്തത് ജിതിൻ ആണ് എന്നാണ് കണ്ടെത്തൽ. ഇത് സംബന്ധിച്ച് പല പരിശോധനകൾക്കൊടുവിലാണ് അന്വേഷണ സംഘം ജിതിനിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ജിതിന് എവിടെ നിന്ന് ഈ സ്ക്രീൻഷോട്ട് ലഭിച്ചു എന്നത് സംബന്ധിച്ച് വിശദീകരണം നൽകേണ്ടത് ജിതിൻ തന്നെയാണ്. അങ്ങനെ മാത്രമേ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റൂ. അതിനാണ് ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ വാങ്ങുന്നത്. സ്ക്രീൻഷോട്ട് ആദ്യം വന്ന ഗ്രൂപ്പിലും പിന്നീട് പ്രചരിച്ച ഗ്രൂപ്പുകളിലുമെല്ലാം ജിതിൻ അംഗമായിരുന്നുവെന്നും SIT കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജിതിനിലേക്കാണ് അന്വേഷണ സംഘത്തിന്റെ എല്ലാ ശ്രദ്ധയും ആദ്യം മുതൽ പതിഞ്ഞത്. നേരത്തെ 2 തവണ ചോദ്യം ചെയ്യലിനായി SIT ജിതിനെ വിളിച്ചു വരുത്തിയതാണ്. ഇന്നലെ 3ാം തവണയും ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്തിയ ശേഷമായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ജിതിന്റെ അറസ്റ്റോടെ CPMന് മേൽ പ്രതിരോധമേറുകയാണ്. കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ച് പ്രചരിപ്പിച്ച് ആ കുറ്റം ലീഗ് പ്രവർത്തകന്റെ തലയിലിടാൻ ശ്രമിച്ചുവെന്നാണ് UDF നേതൃത്വം തുടക്കം മുതൽ പറയുന്നത്. UDFന്റെ വാദഗതികൾക്ക് മേൽക്കൈ നൽകുന്നതാണ് ഇപ്പോൾ SITയുടെ കണ്ടെത്തലും അറസ്റ്റും. കേസിൽ ഇതുവരെ 9 CPM പ്രവർത്തകരെ SIT ചോദ്യം ചെയ്തിട്ടുണ്ട്. കൂടുതൽ അറസ്റ്റ് ഉണ്ടായാൽ അത് CPMനെ കൂടുതൽ പ്രതിരോധത്തിലാക്കും. ഇനിയും CPM നേതാക്കൾ അറസ്റ്റിലായാൽ കാഫിർ സ്ക്രീൻഷോട്ടിന് രാഷ്ട്രീയമായി തന്നെ CPM മറുപടി പറയേണ്ടി വരും. ഈ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ കാണിച്ച A റഹീമിന്റെ വീഡിയോ, സമാനമായ ഒട്ടനവധി പ്രസംഗങ്ങൾ ഇതേ വിഷയത്തിൽ പല CPM നേതാക്കൾ നടത്തിയിട്ടുണ്ട്. അവയെല്ലാം ഇപ്പോൾ CPMനെ തിരിഞ്ഞുകുത്തുന്ന നിലയിലേക്ക് വളർന്നിരിക്കുകയാണ്. ഇതാണ് ജിതിൻ ഭാസ്കറിന്റെ അറസ്റ്റിലൂടെ തെളിയുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20ൽ 18 സീറ്റ് നേടി UDF വിസ്മയമായി. ഭരണവിരുദ്ധ വികാരം ഉൾപ്പെടെ പ്രതിഫലിച്ചുവെന്നും ഇല്ലെന്നുമുള്ള വാദങ്ങൾ അന്നേ ഉയർന്നതാണ്. ഏറ്റവും വലിയ പോരാട്ടം നടന്നത് വടകര ലോക്സഭാ സീറ്റിലാണ്. കാരണം KK ശൈലജ എന്ന ജനപ്രീതിയുള്ള നേതാവിനെയാണ് LDF സ്ഥാനാർത്ഥിയാക്കിയത്. വടകര പിടിച്ചേ അടങ്ങൂ എന്ന വാശിയാണ് ആ സ്ഥാനാർത്ഥിത്വത്തിലൂടെ LDF കാട്ടിയത്. UDFന്റെ സ്ഥാനാർത്ഥിയാകട്ടെ മണ്ഡലം മാറി വന്ന MLA ഷാഫി പറമ്പിലും. പക്ഷേ ഷാഫി വടകരയിൽ വന്നിറങ്ങിയ ദിവസം നടത്തിയ പ്രസംഗം തന്നെ ജനങ്ങളെ കയ്യിലെടുത്തതായി. അങ്കലാപ്പിലായ LDF ജയിക്കാൻ എന്തും ചെയ്യുമെന്ന അവസ്ഥയിലായി. ആ ചിന്തയാണ് കാഫിർ സ്ക്രീൻഷോട്ട് എന്ന വിവാദത്തിന്റെ പിറവിക്ക് കാരണമായത്. ശൈലജ ടീച്ചറെ കാഫിറാക്കി ചിത്രീകരിച്ചു എന്ന് ആരോപിച്ച് വലിയ രീതിയിൽ കാഫിർ സ്ക്രീൻഷോട്ടിന് പ്രചാരം നൽകിയത് CPM നേതാക്കളായിരുന്നു. മുൻ MLA KK ലതിക അടക്കമുള്ളവർ സ്ക്രീൻഷോട്ട് പങ്കുവയ്ക്കുകയും ചെയ്തു. വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി വോട്ട് നേടാൻ UDF ശ്രമിക്കുന്നുവെന്നായിരുന്നു CPM പ്രചാരണം. കാഫിർ സ്ക്രീൻഷോട്ട് അങ്ങനെ വലിയ വിവാദമായി, രാഷ്ട്രീയ ചർച്ചകൾക്ക് വേദിയായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഈ വ്യാജ നിർമ്മിതിയെക്കുറിച്ച് പ്രചാരണം നടന്നു.
വടകര ലോക്സഭാ സീറ്റിൽ ശൈലജ ടീച്ചറുടെ വമ്പൻ തോൽവിക്ക് സ്ക്രീൻഷോട്ട് വിവാദം ഹേതുവായി. മാത്രമല്ല പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിലും കാഫിർ വിവാദം സിപിഎമ്മിന് തിരിച്ചടിയായിട്ടുണ്ട്. അപ്പോഴെല്ലാം സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് യുഡിഎഫും ലീഗുമാണ് എന്ന് പ്രചുര പ്രചാരണം നടത്തുകയായിരുന്നു സിപിഎം. ഡിവൈഎഫ്ഐ നേതാവ് രമേശ് രാമകൃഷ്ണന്റെ പേര് തുടക്കം മുതൽ കേസ് അന്വേഷിച്ച പോലീസിന് ലഭിച്ചതാണ്. എന്നാൽ ഇക്കാര്യത്തിൽ പിന്നീട് അന്വേഷണം മുന്നോട്ടു പോയില്ല. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദവുമായി ബന്ധപ്പെട്ട് ആദ്യം അറസ്റ്റ് ചെയ്തത് മുഹമ്മദ് കാസിം എന്ന ലീഗ് നേതാവിനെയായിരുന്നു. എന്നാൽ കാസിമിനെതിരെ വേണ്ടത്ര തെളിവില്ല എന്നും കേസിൽ പങ്ക് തെളിയിക്കാനായില്ല എന്നും പറഞ്ഞ് കോടതി കാസിമിനെ വെറുതെ വിട്ടു. ഇതും സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കി. അവർക്ക് തിരിച്ചടിയായി. കാസിമിന്റെ ഫോൺ ഇപ്പോഴും വിട്ടുകൊടുത്തിട്ടില്ല എന്നതും ഒരു വസ്തുതയാണ്. കാസിമിനെ വെറുതെ വിട്ടതിനു ശേഷം പോലീസ് അന്വേഷണത്തിന്റെ പുരോഗതി അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കാസിം ഹൈക്കോടതിയെ സമീപിച്ചു. ഇതിനുശേഷം നടത്തിയ അന്വേഷണത്തിൽ ഇടത് സൈബർ ഗ്രൂപ്പിലാണ് സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിച്ചത് എന്ന് കണ്ടെത്തി. രമേശ് രാമകൃഷ്ണൻ എന്ന ഡിവൈഎഫ്ഐ നേതാവാണ് ആദ്യം സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തത് എന്നുകൂടി കണ്ടെത്തിയതോടെ വിവാദം സിപിഎമ്മിന് കൂനിന്മേൽ കുരുവായി. എറിഞ്ഞുകല്ല് ബൂമറാങ്ങായി സിപിഎമ്മിന്റെ നെഞ്ചത്ത് തന്നെ വന്നുകൊണ്ടു. അന്വേഷണം തങ്ങളിലേക്ക് നീങ്ങുന്നു എന്ന് മനസ്സിലാക്കിയ സിപിഎം പ്രതിസന്ധിയിലായി. അവിടെ മുതൽ അന്വേഷണം നിലയ്ക്കുന്ന സ്ഥിതിയുമുണ്ടായി. രമേശ് രാമകൃഷ്ണനിലേക്ക് അന്വേഷണം എത്തിയതോടെ പോലീസ് അന്വേഷണം നിലയ്ക്കുന്ന അവസ്ഥയായി. വൈകാതെ കേസ് അവസാനിപ്പിക്കാൻ പോലീസ് ശ്രമം തുടങ്ങി. പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ കേസ് അവസാനിപ്പിക്കാൻ അനുമതി തേടി പോലീസ് ഹൈക്കോടതിയെ സമീപിച്ചു. വിവാദം തങ്ങളിലേക്ക് തന്നെ തിരിച്ചടിച്ചപ്പോഴാണ് സിപിഎം സർക്കാർ കേസ് അവസാനിപ്പിക്കാൻ ഒരുങ്ങിയത്. ഒടുവിൽ പോസ്റ്റിന്റെ ഉറവിടം കണ്ടെത്താനാവില്ല എന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിക്കാൻ പോലീസ് തയ്യാറായി. ഇതിനിടെ സർക്കാർ മാറി. പാറക്കൽ അബ്ദുള്ള എംഎൽഎ കേസ് പ്രത്യേക സംഘത്തെ കൊണ്ട് പുനരന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചു. അങ്ങനെയാണ് കേസിൽ പുനരന്വേഷണത്തിന് SITയെ നിയോഗിച്ചത്. SIT അന്വേഷണം ഏറ്റെടുത്തതോടെ രമേശ് രാമകൃഷ്ണൻ അടക്കമുള്ളവരെ വീണ്ടും ചോദ്യം ചെയ്തു. ഇതിന് പിന്നാലെ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ രാഷ്ട്രീയമായി വേട്ടയാടുന്നുവെന്നാരോപിച്ച് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയും രംഗത്തെത്തി. ഏതന്വേഷണത്തോടും സഹകരിക്കുമെന്നും എന്നാൽ ഡിവൈഎഫ്ഐയെ പ്രതിക്കൂട്ടിലാക്കുന്ന നിലപാടിനെ ചെറുക്കുമെന്നും നേതാക്കൾ വീരവാദം മുഴക്കുന്നതിനിടയിലാണ് ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കറിന്റെ അറസ്റ്റ് നടന്നിരിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ 5 നേരം നിസ്കരിക്കുന്ന ദീനിയായ ചെറുപ്പക്കാരനാണ് എന്നും എതിർ സ്ഥാനാർത്ഥി മറ്റേതോ കാഫിറായ സ്ത്രീയാണ് എന്നും ആർക്കാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത്, നമ്മളിൽ പെട്ടവനല്ലേ, ചിന്തിച്ചു വോട്ട് ചെയ്യൂ എന്നും എഴുതിയ സ്ക്രീൻഷോട്ട് പ്രചരിച്ചത്. ഇത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഇടയാക്കി. തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ വമ്പൻ മാർജിനിൽ വിജയിക്കുന്നിടത്തേക്ക് കാര്യങ്ങളെത്തി. സ്ക്രീൻഷോട്ട് ജിതിൻ ഭാസ്കർ ആദ്യം വടകര സ്ക്വാഡ് എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലും തുടർന്ന് രമേശ് രാമകൃഷ്ണൻ റെഡ് എൻകൗണ്ടർ എന്ന ഗ്രൂപ്പിലും പ്രചരിപ്പിച്ചുവെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമനം. ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ജിതിൻ ഭാസ്കറിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. ജിതിൻ ഭാസ്കർ തന്നെയായിരിക്കും സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം. കലാപശ്രമം, സമൂഹത്തിൽ വർഗീയ ചേരിതിരിവും ലഹളയും ഉണ്ടാക്കാൻ ബോധപൂർവം ശ്രമിച്ചു, കേസിന് കാരണമായ ഡിജിറ്റൽ തെളിവുകളും സന്ദേശങ്ങളും മനഃപൂർവ്വം നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നീ ഗുരുതര കുറ്റങ്ങളാണ് ജിതിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ജിതിനെ ചോദ്യം ചെയ്യുന്നതോടെ വ്യാജ സ്ക്രീൻഷോട്ടിന്റെ യഥാർത്ഥ ഉറവിടം കണ്ടെത്താനാകുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്.